ഖുറൈശികളിൽപ്പെട്ട ചില ആളുകൾ, പ്രമുഖരായ ചില ആളുകൾ, മക്കയിലെ അധികാരം കൈയാളിയിരുന്ന, മക്കയിൽ നിലയും വിലയും ഉണ്ടായിരുന്ന, ഏതൊരു തീരുമാനമെടുക്കുന്നതിലും മുൻപന്തിയിലുണ്ടായിരുന്ന ചില ആളുകൾ, അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എതിരായി നിലകൊണ്ട ആളുകൾ, അവർ ചില ആളുകളുണ്ട് ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ചില ആളുകൾ. പേര് വളരെ ചുരുക്കത്തിൽ സൂചിപ്പിച്ചു പോവുകയാണെങ്കിൽ, ഒന്ന് ഉത്ബത്ത് ബിനു റബിയ, അതുപോലെ തന്നെ ഷൈബത്ത് ബിനു റബിയ എന്ന മനുഷ്യൻ്റെ 2 മക്കൾ, ഉത്ബയും ഷൈബയും. ഇവർ പിന്നീട് ബദറിൽ ഇവർ കൊല്ലപ്പെടുന്നു. അതുപോലെ തന്നെ അബൂ സുഫിയാൻ, നമുക്കറിയുന്ന പ്രവാചകൻ്റെ ശത്രു അബൂ സുഫിയാൻ. അബുൽ ബുഖ്തുരി ഇബ്നു ഹിഷാം എന്ന് പറയുന്നൊരു മനുഷ്യൻ, മക്കയിലെ നേതാവായിരുന്നു. അത് പിന്നീട് സംസാരത്തിനായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലും അബൂ ത്വാലിബിൻ്റെ അടുക്കലൊക്കെ വരുന്നുണ്ട്. അസ്വദ് ബിനുൽ മുത്തലിബ്, അതുപോലെ അബൂജഹലിൻ്റെ പേര് അംർ ബിനു ഹിഷാം എന്നായിരുന്നു. അബൂജഹൽ എന്ന അദ്ദേഹത്തിൻ്റെ വിളിപ്പേരാണ് അബൂജഹൽ. വലീദ് ബിനുൽ മുഗീറ പ്രധാനപ്പെട്ട ആളാണ്. വലീദ് ബിനുൽ മുഗീറ പ്രവാചകൻ്റെ മുഖ്യ ശത്രുക്കളിൽപ്പെട്ടയാളും വിശുദ്ധ ഖുർആനിലെ വിവിധ ആയത്തുകൾ അവതരിക്കാൻ കാരണമായ ഒരാൾ കൂടിയാണ്, ശത്രു ആയതിൻ്റെ പേരിൽ വലീദ് ബിനുൽ മുഗീറ. അതുപോലെ ആസുബിനു വായിൽ, ഇവരൊക്കെ മക്കയിലെ അറിയപ്പെട്ട തറവാടിത്തമുള്ള പ്രമാണികളായ പ്രവാചകനെ എതിർക്കാൻ മുന്നിൽ നിന്ന ആളുകളായിരുന്നു. ഇവരൊക്കെ കൂടി ഒരിക്കൽ അബൂ ത്വാലിബിൻ്റെ അടുക്കൽ വരുന്നുണ്ട്. അബൂ ത്വാലിബിൻ്റെ അടുക്കൽ പരസ്യപ്രബോധനം ആരംഭിച്ചതിന് ശേഷം ഇവരൊക്കെ കൂടി സംഘം ചേർന്ന് അബൂ ത്വാലിബിനെ അടുത്ത് വന്ന് പറയുന്നു, ഇന്നബ്ന അഖീഖ് ഖദ് സബ്ബ ആലിഹതന. ഈ പ്രവാചകത്വം ലഭിച്ച് 4-ാം വർഷത്തിലാണ് ഈ സംഭവമൊക്കെ നടക്കുന്നത്. ഇന്നബ്ന അഖീഖ് പരസ്യപ്രബോധനം തുടങ്ങി. അബൂ ത്വാലിബിനോട് പറയുന്നു, നിങ്ങളുടെ സഹോദരപുത്രൻ എന്താണ് ചെയ്യുന്നത്? ഞങ്ങളുടെ ആരാധ്യന്മാരെ, ഞങ്ങളുടെ ആലിഹത്തുകളെ അവൻ ആക്ഷേപിക്കുന്നു. വാബദീനന, ഞങ്ങളുടെ മതത്തെ അവൻ അപഹസിക്കുന്നു, അതിൻ്റെ ന്യൂനതകൾ പറയുന്നു. വസഫഹ അഹ്ലാമന, ഞങ്ങളിൽ ബുദ്ധിയുള്ള ആളുകളെ അവൻ വിഡ്ഢികളായി ചിത്രീകരിക്കുന്നു. വദല്ലല ആബാഅന, ഈ നമ്മൾ എല്ലാ കാലത്തും കാണുന്ന ചില കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഞങ്ങളുടെ പിതാക്കന്മാരൊക്കെ തെറ്റിലാണെന്നാണ് അവൻ പറയുന്നത്. ഞങ്ങളുടെ ഉപ്പമാരൊക്കെ അവർ ദലാലത്തിലായിരുന്നു എന്നാണ് ഇപ്പോൾ നിങ്ങളുടെ സഹോദരപുത്രൻ പറയുന്നത്. ഒന്നുകിൽ നിങ്ങൾ അവനെ നിലക്ക് നിർത്തണം, അതല്ലെങ്കിൽ അവൻ്റെ ചുമതലയിൽ നിന്ന് നിങ്ങൾ മാറണം. അവനെ നിലക്ക് നിർത്താനുള്ള വഴി നമുക്കറിയാം. ഫനക്ഫീക്കഹു, നമ്മളവന് മതി, അവനെ നിലക്ക് നിർത്താനുള്ളത് നമ്മൾ മാത്രം മതി എന്ന് പറഞ്ഞ ഒരു ഭീഷണിയുടെ ലാഞ്ചനയുള്ള സ്വരത്തോടു കൂടിയാണ് അവർ അബൂ ത്വാലിബിനോടുള്ള സംസാരം അവസാനിപ്പിക്കുന്നത്. ഫനക്ഫീക്കഹു, നമ്മളവന് മതി, നിങ്ങളൊന്നുകിൽ മാറിത്തന്നാൽ അവനെ ഒതുക്കാനുള്ള വഴി നമുക്കറിയാം. അന്ന് അബൂ ത്വാലിബിനെ സംബന്ധിച്ചിടത്തോളം അബൂ ത്വാലിബ് വളരെ ശാന്തമായി അവരെ അനുനയിപ്പിക്കാനുള്ള രൂപത്തിൽ, വളരെ നല്ല രൂപത്തിൽ അവരെ ഇടപെട്ട് സംസാരിച്ച് അവരെ തിരിച്ചയക്കാനുണ്ടായത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സംഭവം അറിഞ്ഞിട്ടില്ല. അബൂ ത്വാലിബും ആണ് അവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ അബൂ ത്വാലിബ് അവരോട് വളരെ നല്ല രൂപത്തിൽ സംസാരിക്കുകയും വളരെ ശാന്തമായി ഇടപെടുകയും അവരെ സമാധാനിപ്പിച്ച് ഈ നേതാക്കളെ തിരിച്ചയക്കുമാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം അവർക്കുണ്ടായൊരു സംഭവം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരസ്യപ്രബോധനം ആരംഭിച്ചല്ലോ. ഇങ്ങനെ ചില ആളുകൾ ഇസ്ലാമിലേക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ അവരറിയാൻ തുടങ്ങി. ഈ മുഹമ്മദ് എന്ന വ്യക്തി തങ്ങളുടെ ദീനിനെക്കുറിച്ചും വിഗ്രഹങ്ങളെക്കുറിച്ചും ബഹുദൈവാരാധനയെക്കുറിച്ചും നടത്തുന്ന പരാമർശങ്ങളൊക്കെ ആളുകൾക്കിടയിൽ പരക്കാൻ തുടങ്ങി. ഇനി വരുന്നത് ഹജ്ജ് കാലമാണ്. ഖുറൈശികൾ ഹജ്ജ് കാലം, നമ്മൾ ഹജ്ജിനെക്കുറിച്ച് മുമ്പും പറഞ്ഞിട്ടുണ്ട്, ജാഹിലിയ കാലത്തും ഹജ്ജുണ്ടായിരുന്നു. ഹജ്ജ് കാലം വരുമ്പോൾ ഖുറൈശികൾക്ക് സ്വാഭാവികമായും അവരുടെ ഉള്ളിൽ പേടിയുണ്ടായി. കാരണം മക്കയിലേക്ക് അറേബ്യൻ ഉപദ്വീപിലെ വിവിധ നാടുകളിൽ നിന്ന്, ഒരുപാട് ഗോത്രങ്ങളിൽ നിന്ന് ഹജ്ജിനായി ആയിരങ്ങൾ ഒരുമിച്ച് കൂടുന്നതാണ് മക്കയിൽ. കച്ചവടത്തിനായി ആയിരങ്ങൾ വരും, ഹജ്ജിനായി ആയിരങ്ങൾ വരും. അവരുടെയൊക്കെ ഇടയിൽ ഇങ്ങനെയൊരു ആശയം ഉണ്ട് എന്നറിഞ്ഞാൽ പിന്നീട് നമ്മുടെ കയ്യിൽ നിന്ന് അത് നിയന്ത്രണം വിട്ടുപോകുന്ന രൂപത്തിലേക്ക് മുഹമ്മദിൻ്റെ കാര്യം മാറും. അപ്പോൾ ഹജ്ജ് വരുന്നതിന് മുൻപ് ഈ പ്രബോധനത്തെ അവസാനിപ്പിക്കണം എന്ന ചിന്തയുമായി ഖുറൈശികളിലെ പ്രമുഖന്മാരായ ആളുകൾ വീണ്ടും ഒരുമിച്ച് കൂടി. അവർ ചിന്തിച്ചു, എന്താണ് ഈ മുഹമ്മദ് എന്ന മനുഷ്യനെക്കുറിച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പറയുക, എന്താണ് പറയുക? ഈ ഇങ്ങനെയൊരു സംഭവം നടക്കുന്നുണ്ട്, അതിനെ എതിർക്കാൻ നമുക്കെന്താണ്, നമ്മുടെ കയ്യിൽ എന്താണ് പോയിൻ്റ് ഉള്ളത് എന്നാണ് അവർ ചിന്തിച്ചത്. അങ്ങനെ ആളുകളൊക്കെ ഒരുമിച്ച് കൂടി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ വിശദമായി തന്നെ ഈ ഒരു ചരിത്രം ഉദ്ധരിച്ചതായി നമുക്ക് കാണാൻ കഴിയും.
അവസാനം ഓരോ കാര്യങ്ങളും അവർ പറഞ്ഞു നോക്കി. നമുക്ക് മുഹമ്മദിനെക്കുറിച്ച് ആളുകൾക്കിടയിൽ ഭ്രാന്തനാണ് എന്ന് പറഞ്ഞാലോ, അതല്ല കവിയാണ് എന്ന് പറഞ്ഞാലോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, അവനൊരു കാഹിനാണ്, ഒരു ജ്യോത്സ്യനാണ് എന്ന് പറഞ്ഞാലോ. അവസാനം നമ്മൾ നേരത്തെ സൂചിപ്പിച്ച വലീദ് ഇബ്നുൽ മുഗീറ മക്കയിലെ പ്രമുഖനായ നേതാവാണ്. സമ്പത്തും സന്താനങ്ങളും ഉള്ള അറിയപ്പെട്ട ശക്തിയുള്ള മനുഷ്യനാണ് വലീദ് ഇബ്നുൽ മുഗീറ പറഞ്ഞു, ഞാനൊന്ന് ആലോചിക്കട്ടെ. അങ്ങനെ വലീദ് ഇബ്നുൽ മുഗീറ ആലോചിച്ചതിന് ശേഷമാണ് വലീദ് ഇബ്നുൽ മുഗീറാണ് പറയുന്നത്, നമുക്കവനൊരു സാഹിറാണ് എന്ന് പറയാം. പ്രവാചകനൊരു മന്ത്രവാദിയാണ്, മാരണക്കാരനാണ്, ദുർമന്ത്രവാദം നടത്തുന്നയാളാണ് എന്ന് നമുക്ക് പറയാം. അതാകുമ്പോൾ ആളുകൾക്ക് പ്രശ്നം ഉണ്ടാകില്ല. വിശുദ്ധ ഖുർആൻ അത് ദുർമന്ത്രവാദത്തിന് ഉപയോഗിക്കുന്ന സാധനമാണ്, അതൊരു മനുഷ്യൻ്റെ മുഹമ്മദിൻ്റെ വാക്ക് തന്നെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാം എന്ന് പറയുന്നത് വലീദ് ഇബ്നുൽ മുഗീറയാണ്. വലീദ് ഇബ്നുൽ മുഗീറയുടെ ഈ നിലപാടിനെ വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിമർശിക്കുന്നതായും ആക്ഷേപിക്കുന്നതായും ഒക്കെ വളരെ കടുത്ത ഭാഷയിൽ ആ മനുഷ്യനെ ആക്ഷേപിക്കുന്നതായി നമുക്ക് വിശുദ്ധ ഖുർആനിലൂടെ തന്നെ കാണാൻ കഴിയും. വലീദ് ഇബ്നുൽ മുഗീറയെ സംബന്ധിച്ചിടത്തോളം വലീദ് ഇബ്നുൽ മുഗീറ നേതാവായതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധന പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന് ഏറ്റവും നന്നായി അറിയാം. വിശുദ്ധ ഖുർആൻ അദ്ദേഹം മുൻപ് കേട്ടിട്ടുമുണ്ട്, പ്രവാചകരിൽ നിന്ന് ഖുർആൻ കേട്ടിട്ടുമുണ്ട്. അതിപ്പോൾ അബൂജഹലായാലും അത് എതിർക്കുന്ന സമയത്ത് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഖുർആൻ കേട്ടിട്ടുണ്ട്, ഖുർആൻ കേൾക്കാനായി വന്നിട്ടുമുണ്ട്. എന്നിട്ടും പിന്നീട് എതിർക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തന്നെ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, വലീദ് ഇബ്നുൽ മുഗീറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഖുർആൻ കേൾക്കുകയുണ്ടായി. എന്നിട്ട് അദ്ദേഹം ഒരുപാട് ചിന്തിച്ചു, ഈ മീറ്റിങ്ങിൽ ഒരുപാട് ചിന്തിച്ചു, എന്താണ് മുഹമ്മദിനെ കുറിച്ച് പറയുക. അവസാനമാണ് ഒരു സാഹിറാണ് എന്ന് നമുക്ക് പറയാം എന്ന രൂപത്തിലേക്ക് വലീദ് ഇബ്നുൽ മുഗീറയുടെ അഭിപ്രായ പ്രകാരം മക്കയിലെ ഖുറൈശികളൊക്കെ ഒരുമിച്ച് കൂടുന്നത്. വലീദ് ഇബ്നുൽ മുഗീറ അന്ന് പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. ആ മീറ്റിങ്ങിൽ പറയുന്നത്, നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ, എന്നെ സംബന്ധിച്ച് മക്കയിൽ ഏറ്റവും സമ്പത്തുള്ള മനുഷ്യന്മാരിൽപ്പെട്ട ആളാണ് ഞാൻ. എന്നെ എതിർക്കുന്ന ആളുകളൊന്നും നിങ്ങൾക്കറിയില്ല. അങ്ങനെയുള്ള ഞാൻ പറയുന്ന അഭിപ്രായമാണ് സ്വീകരിക്കേണ്ടത്. എന്താണ് നമ്മൾ പറയുക? കവിതയാണ് എന്ന് പറയാൻ കഴിയില്ല, ഭ്രാന്താണ് എന്ന് പറയാൻ കഴിയില്ല, സിഹറാണ് എന്ന് പറയുന്നതാണ് ഏറ്റവും നല്ലത്. ആളുകൾക്കൊരു ഭയമുണ്ടാകും. ഇത് കേൾക്കുമ്പോൾ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമല്ലോ എന്ന് കരുതി ഭാര്യയും ഭർത്താവിനെയും തമ്മിൽ തെറ്റിക്കുന്ന, ഉപ്പയും മകനെയും തമ്മിൽ തെറ്റിക്കുന്ന, കുടുംബ ബന്ധങ്ങളെ തകർക്കുന്ന, മാരണം ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ആളുകളൊന്നും അത് സ്വീകരിക്കാൻ വേണ്ടി മുന്നോട്ട് വരില്ല. അങ്ങനെ അദ്ദേഹം സിഹറാണ് എന്ന് പറയുന്ന രൂപത്തിലേക്ക് മക്കക്കാരൊക്കെ മീറ്റിങ്ങിൽ തീരുമാനമായി. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മുദ്ദസ്സിർ, നമ്മൾ നേരത്തെ പറഞ്ഞ സൂറത്തുൽ മുദ്ദസ്സിറിലെ കുറച്ച് വാചകങ്ങൾ കഴിഞ്ഞാൽ, 10 ആയത്തുകൾ കഴിഞ്ഞാൽ 11ാമത്തെ ആയത്ത് മുതൽ വലീദ് ഇബ്നുൽ മുഗീറയുടെ ഈ നിലപാടിനെ സംബന്ധിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. സൂറത്തുൽ മുദ്ദസ്സിറിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്, ദർനി വമൻ ഖലഖതു വഹീദ. വലീദ് ഇബ്നുൽ മുഗീറയാണ് പറയുന്നത്, എന്നെ വിട്ടേക്ക്, ഞാനും എന്നെ സൃഷ്ടിച്ചവന് ഇതിനെയും വിട്ടേക്ക്, എന്നെ ഒറ്റയ്ക്കായി വിട്ടേക്കൂ. വജഅൽതു ലഹു മാലം മംദൂദ. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ സമ്പത്ത് നൽകിയ ആളായിരുന്നു അദ്ദേഹം. വബനീന ഷുഹൂദ, സന്താനങ്ങളെയും നൽകി വലീദ് ഇബ്നുൽ മുഗീറയ്ക്ക്. എല്ലാവിധ സംവിധാനങ്ങളും ഭൂമിയിൽ നൽകി. വമഹത്തു ലഹു തംഹീദ. പിന്നീട് വലീദ് ഇബ്നുൽ മുഗീറയ്ക്ക് വീണ്ടും വേണം എന്ന് വലീദിന് ആഗ്രഹം. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ വന്നപ്പോൾ വലീദിൻ്റെ നിലപാട്, കല്ല ഇന്നഹു കാന ലി ആയാത്തിന അനീദ, ധിക്കാരപരമായ നിലപാട് സ്വീകരിച്ച വലീദ്. എന്നിട്ട് പറയാം, ഇന്നഹു ഫക്കറ വഖദ്ദർ, ചിന്തിച്ചു, ഒരുപാട് ചിന്തിച്ചു. വഖുതില കൈഫ ഖദ്ദർ, ഒരുപാട് ചിന്തിച്ചു, തല പുകഞ്ഞ് ആലോചിച്ചു. എന്നിട്ട് വലീദ് അവസാനം പറഞ്ഞത് എന്താണ്? ഫഖാല ഇൻ ഹാദാ ഇല്ലാ സിഹ്റുൻ യുസർ, ഇത് ആളുകളിൽ പ്രശ്നമുണ്ടാക്കുന്ന ഒരു സിഹ്റാണ് എന്ന് പറയാമെന്ന് വലീദ് ഇബ്നുൽ മുഗീറ പറഞ്ഞു. ഇൻ ഹാദാ ഇല്ലാ ഖൗലുൽ ബശർ, ഇതൊരു മനുഷ്യൻ്റെ വാക്കാണ് എന്ന് പറയണം, മുഹമ്മദ് ഉണ്ടാക്കിയതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തുകൾ പറഞ്ഞതിന് ശേഷം ഒരു സന്ദർഭം അവസാനിപ്പിക്കുന്നത്, സഉസ്ലീഹി സഖർ, നരകത്തിലിട്ട് ഞാൻ അവനെ കരിക്കും എന്ന് പറഞ്ഞവരാണ്. പിന്നീട് നരകത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുകയും ചെയ്യുന്നു.